പ്രതിഷേധമാണ് BJP നടത്തിക്കൊണ്ടിരിക്കുന്നത്. KPCC ആസ്ഥാനത്തിന് മുന്നിലുള്ള പ്രതിഷേധമാണ് കാണുന്നത്. വനിതാ പ്രവർത്തകയെ മർദ്ദിച്ചു എന്നൊരു ആരോപണം ഇടയ്ക്ക് ഉന്നയിച്ചു. അതിൽ ആ മർദ്ദിച്ച പോലീസിനെ കാണണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ടാണ് ഇപ്പോൾ പോലീസുമായുള്ള വാക്കേറ്റവും ഇടയ്ക്ക് കണ്ടത്. റഹീസ് റഷീദ് കൂടിയുണ്ട് വിശദാംശങ്ങൾ നൽകാൻ. റഹീസിലേക്ക് പോവുകയാണ്. റഹീസ്, ഇപ്പോൾ എന്താണ് നീക്കം? ഇനി പ്രവർത്തകരുടെ അവിടെ നിന്ന് മാറുന്ന കാണുന്നുണ്ടല്ലോ. പ്രവർത്തകരെ അറസ്റ്റ് ചെയ്ത് നീക്കാനുള്ള ഒരു ശ്രമമാണ് പോലീസിന്റെ ഭാഗത്തു നിന്നുണ്ടായത്. അത് ഷോൺ ജോർജിന്റെയൊക്കെ നേതൃത്വത്തിൽ, അനൂപ് ആന്റണിയുടെ നേതൃത്വത്തിൽ VV രാജേഷൊക്കെ ഇറങ്ങി അത് പ്രതിരോധിച്ചു. ഇപ്പോൾ പ്രവർത്തകരെ ആ പോലീസ് വാഹനത്തിന്റെ സമീപത്ത് നിന്ന് നേരത്തെ മാർച്ച് നടത്തിയ ഭാഗത്തേക്ക് പ്രവർത്തകർ വരികയാണ്. പക്ഷേ ഇവരുടെ ഒരു പ്രവർത്തകയെ മർദ്ദിച്ചു, ആക്രമിച്ചു എന്ന ഒരു പരാതി അവർ ഉന്നയിക്കുന്നുണ്ട്. VV രാജേഷ് ഞങ്ങളുടെ കയ്യിൽ വീഡിയോ ഉണ്ട് എന്ന് പറയുന്നതും കേൾക്കാം. ഇപ്പോൾ ഇവർ നിൽക്കുന്ന സ്ഥലത്ത് നിന്ന് ഒരു 10 അടി കാലങ്ങോട്ട് വെച്ചാൽ KPCC ഓഫീസിൽ ഇവരുടെ പ്രവർത്തകർക്ക് എത്താം. ബാരിക്കോഡോ മറ്റു തടസ്സങ്ങളോ ഒന്നുമില്ല. KPCC ഓഫീസിന് സമീപത്തൊരു 10 യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരും അവിടെ കൂടി നിൽക്കുന്നുണ്ട്. പക്ഷേ ഇതുവരെ BJPയുടെ പ്രവർത്തകരാരും അങ്ങോട്ട് പോകാനുള്ള ഒരു ശ്രമം നടത്തുന്നില്ല. എന്തായാലും BJP പ്രവർത്തകരെ സംബന്ധിച്ച് അവർ ബാരിക്കേഡ് തള്ളിയിട്ട് KPCC ഓഫീസിന് തൊട്ടടുത്ത് വരെ ഒരു 50 മീറ്റർ അടുത്ത് മാത്രമാണ് ബാരിക്കേഡ് വെച്ച് പോലീസ് തടഞ്ഞത്. അതും മറികടന്ന് പ്രവർത്തകർ അപ്പുറത്തേക്ക് കടന്നു. അവർക്ക് വേണമെങ്കിൽ KPCC ഓഫീസിന്റെ പരിസരത്തേക്ക് എത്താവുന്നതാണ്. പക്ഷേ അവർ അതിന് മുതിർന്നിട്ടില്ല. ഇപ്പോൾ നേതാക്കൾ ഇടപെട്ട് പ്രവർത്തകരെ അവിടെ നിന്ന് മാറ്റുകയാണ്. അതായത് ബാരിക്കേഡ് മറിച്ചിട്ട് മുന്നോട്ട് പോയ പ്രവർത്തകരെ അറസ്റ്റ് ചെയ്യാനുള്ള നീക്കം പോലീസ് നടത്തുന്ന സമയത്ത് ഞങ്ങൾ പിരിഞ്ഞു പോകാം എന്ന നിലപാട് നേതാക്കൾ എടുത്തു എന്നാണ് മനസ്സിലാക്കുന്നത്. അതുകൊണ്ട് അറസ്റ്റിലേക്ക് പോലീസ് കടന്നിട്ടില്ല. ഇപ്പോൾ ജലപീരങ്കി പ്രയോഗവും മറ്റും കാണുന്നില്ല. പ്രവർത്തകർ കൂട്ടം കൂടി നിന്ന് മുദ്രാവാക്യം വിളിക്കുകയാണ്. VV രാജേഷ് പ്രവർത്തകരെ അവിടെ നിന്ന് മാറ്റുന്നുണ്ട്. അതായത് BJP പ്രവർത്തകർ ഇനി സംഘർഷത്തിന് നിൽക്കുന്നില്ല, അവർ തിരിച്ചു പോവുകയാണ്. അവർ സ്വാഭാവികമായും നേരത്തെ പ്രകടനം വന്ന വഴിയിലേക്കാണ് പ്രവർത്തകർ പോകുന്നത്. ബാരിക്കേഡ് തള്ളിമറിച്ച് അങ്ങോട്ട് കടന്നുപോയ BJP പ്രവർത്തകർ തള്ളിമറിച്ചിട്ട് ആ ബാരിക്കേഡിന്റെ അതേ വഴിയിലൂടെ പക്ഷേ ഇപ്പോഴും വലിയ പ്രതിഷേധമാണ് നടക്കുന്നത്. ഇടയ്ക്ക് പോലീസിനെതിരെ ആരോപണം ഉന്നയിക്കുകയും ചെയ്തു. അതിനിടയ്ക്ക് ഇപ്പോൾ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരും സംഘടിക്കുന്നുണ്ട്. KPCC ഓഫീസ് ഭാഗത്താണ് യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ ഉള്ളത്. വലിയ പ്രതിഷേധം നടക്കുന്നു. BJPയുടെ പ്രതിഷേധമാണ് KPCC ആസ്ഥാനത്തേക്ക് തിരുവനന്തപുരത്ത് നടന്നുകൊണ്ടിരിക്കുന്നത്.